ശ്രീ യു അബ്ദുള്ള, അങ്ങ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇതിന് എന്ത് പ്രാധാന്യമാണ് ഉള്ളത് ചർച്ച ചെയ്യാനെന്ന് പറഞ്ഞു. രണ്ട്, ഈ കൊടി എന്തിനാണെന്ന് പറഞ്ഞു. അത് രണ്ടിനും ശ്രീ കടൽ ലില്ലി മറുപടി പറഞ്ഞു. അങ്ങേക്ക് അത് ബോധ്യപ്പെട്ടുവോ? അല്ല, അത് ബോധ്യപ്പെട്ടു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഈ അമ്പലങ്ങൾ എന്ന് പറയുന്നത് ഈ കുറേ കാലങ്ങൾ വരെ തകർന്ന് നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചില സ്തൂപങ്ങളായി മാറിയിരുന്നു. ഈ അടുത്ത കാലത്ത് ചില ഉണർവുകളുണ്ട്. ഇവിടുത്തെ ഈ RSS മുതലായ രാഷ്ട്രീയ സംഘടനകൾ മറ്റും ഹിന്ദുക്കളെ ഏകീകരിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തുമ്പോഴും അവരുടെ ആത്മീയമായ ശക്തിയും വീര്യവും വർദ്ധിപ്പിക്കാൻ വേണ്ടി അമ്പലങ്ങളെ ഉപയോഗപ്പെടുത്തുന്നില്ല. എനിക്ക് പരിസരത്തുള്ള അമ്പലത്തിൽ സ്ത്രീകൾ മാത്രമേ പോകുന്നത് ഞാൻ കാണുന്നുള്ളൂ. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുമ്പോൾ സ്ത്രീകൾ കുളിച്ചൊരുങ്ങി നന്നായി അവർ പോകുന്നത് കാണാം. ഒരാണും അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് അവരെ ദൈവവിശ്വാസമുള്ളവരാക്കാനും കൂടുതൽ ഭക്തരാക്കാനും, അങ്ങനെ ഓരോരുത്തരും അവരുടെ ജീവിത രീതി വ്യത്യസ്തമാണെങ്കിൽ പോലും ഓരോരുത്തരെയും നമ്മളുടെ വിശ്വാസ പ്രമാണത്തിൽ അടിയുറപ്പിച്ച് നിർത്തും. ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ വഴിയിലെങ്ങാനും അമ്പലങ്ങളെ, അന്ന് തന്നെ പറഞ്ഞത് മഴബത് അമ്പലങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിനെ തകർക്കരുത്, നശിപ്പിക്കരുത്. ഓരോ മുസ്ലിം സൈന്യത്തിനോടുള്ള ഉപദേശമാണ് അമ്പലങ്ങൾ നിങ്ങൾ തകർക്കരുത്. എന്ത് തന്നെയാലും അവിടെ പ്രാർത്ഥന നടക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അടുക്കുകയും ചെയ്യുന്നതായ ഈ സ്ഥാപനങ്ങൾ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. അത് തകർന്നു പോകാൻ പറ്റില്ല. ഞാനൊരിക്കൽ സുമാർ ഐക്കോണിനോട് ഒരിക്കലും ഒരു യോഗത്തിന് പോകുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ അമ്പലങ്ങൾ ഇങ്ങനെ തകരുന്നതിൽ ഒരു വിഷമമില്ലേ? അമ്പലങ്ങളുടെ ക്ഷേത്രത്തിൽ ആരാധനയിൽ ഞങ്ങൾ മാത്രം വിശ്വാസമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് സാധ്യത. എന്ത് തന്നെയാലും ദൈവത്തോട് നമ്മൾ അടുപ്പിച്ച് നിർത്താൻ വേണ്ടി ഇപ്പം ഓരോരുത്തർക്കും വ്യത്യസ്ത രീതികളും മാർഗങ്ങളുമാണുള്ളത്. അതിലൊന്ന് അമ്പലങ്ങളാണ്, ക്ഷേത്രങ്ങളാണ്. അതിനെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് അമ്പലത്തിലേക്ക് വഴി, ആ വഴി ഒന്നുകൂടി വെട്ടിത്തെളിയിച്ച് കാട് പിടിച്ചതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വിശ്വാസികളായി മാറാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ശ്രീ അബ്ദുള്ള, വളരെയധികം നന്ദി. ഞാൻ അങ്ങിലേക്ക് മടങ്ങിയെത്താം.